ആണ്. കാസർഗോഡിന്റെ വികസനത്തിൽ നിർണായകമാകും എന്ന് പ്രതീക്ഷിച്ച പെരിയയിലെ എയർ സ്ട്രിപ്പ് പദ്ധതി കടലാസിൽ ഉറക്കമായിട്ട് വർഷം 15 പിന്നിട്ടു. ഏവിയേഷൻ വകുപ്പ് അംഗീകരിച്ചിട്ടും പദ്ധതി എങ്ങും എത്തിയില്ല. സർക്കാർ ഭൂമി ലഭ്യമാകുന്നതിനൊപ്പം സ്ഥലം വിട്ടു നൽകാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാക്കിയ രൂപരേഖ സർക്കാർ ഫയലിൽ പൊടിപിടിച്ച് കിടക്കുകയാണ്. ദേശീയപാത ഉൾപ്പെടെ നാടിന്റെ പശ്ചാത്തല വികസനത്തിന് കോടികൾ പൊടിക്കുമ്പോൾ വിനോദ, വാണിജ്യ, ആരോഗ്യ മേഖലയ്ക്ക് ഉപയോഗപ്രദമാകുന്ന പദ്ധതിയോട് മുഖം തിരിക്കുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിശാലമായി പരന്നുകിടക്കുന്ന ഈ ഭൂമിയിലാണ് മിനി എയർസ്ട്രിപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. പദ്ധതിക്കായി സർവേ നടപടികൾ പൂർത്തിയാക്കി, DPR തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും പദ്ധതി കടലാസിൽ ഉറങ്ങുകയാണ്. കാസർഗോഡിന്റെ സ്വപ്നത്തിന് എന്ന് ചിറകുമുളക്കുമെന്ന കാത്തിരിപ്പിലാണ് ജനങ്ങൾ. നൂറ് സീറ്റിൽ താഴെയുള്ള ചെറുവിമാനങ്ങൾ പറന്നിറങ്ങുന്നതും സ്വപ്നം കണ്ടുള്ള കാസർഗോഡുകാരുടെ കാത്തിരിപ്പിന് 15 വർഷത്തെ പഴക്കമുണ്ട്. പെരിയ കൈക്കോട്ടുകുണ്ടിൽ സ്ഥലം കണ്ടെത്തി സർവേ ഉൾപ്പെടെ പൂർത്തിയായിട്ടും എന്തേ പദ്ധതി വരാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ട അധികൃതർ കൈമലർത്തും. 2011 പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. എയർസ്ട്രിപ്പിനാവശ്യമായ 80 ഏക്കറിൽ സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയുമുണ്ട്. ആവശ്യമാണെങ്കിൽ സ്ഥലം വിട്ടു നൽകാൻ ഭൂവുടമകൾ സമ്മതം അറിയിച്ചതുമാണ്. വിശദ പദ്ധതി രേഖയും തയ്യാറായി. 2 വർഷമെടുത്താണ് കൊച്ചി സിയാൽ അധികൃതർ എയർസ്ട്രിപ്പിന്റെ സാധ്യതകൾ പഠിച്ചത്. അനുകൂലമെന്ന് കണ്ടു. പിന്നീട് തുമ്പി ഏവിയേഷൻ അധികൃതരും പരിശോധന നടത്തി അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചു. എല്ലാ ബഡ്ജറ്റുകളിലും പെരിയ എയർസ്ട്രിപ്പ് പരാമർശിക്കപ്പെടും. 3 വർഷം മുൻപ് 280 കോടി അനുവദിച്ചതാണ്. അതെല്ലാം പക്ഷേ കടലാസിൽ മാത്രം ഒതുങ്ങിയെന്ന് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച എഞ്ചിനീയർ ജോസ് കൊച്ചുകുന്നേൽ പറയുന്നു. നാടിന് ഭയങ്കര മാറ്റം വരുന്ന ഒരു പ്രൊജക്റ്റാണ്. കേരളത്തിൽ ഇതൊന്നും മാത്രം കുറവുണ്ട്. എത്രയും പെട്ടെന്ന് രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും എല്ലാം കാസർഗോഡ് എത്താൻ തിരിച്ചു പോകാം. പിന്നെ സെറ്റിലേഴ്സിന് മലയോര മേഖലയിൽ അടുത്താണ്, അവർക്ക് ഇത് നല്ലതാണ്. മാക്സിമം 100 കോടി രൂപ മതി ഒരു എയർ സ്ട്രിപ്പ് ആക്കാൻ. ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും. പ്രൈവറ്റ് ടീംസ് ഉണ്ടല്ലോ, നമ്മളൊന്നും വിമാനമൊന്നും ഇടണ്ട. എനിക്ക് ഫ്ലൈറ്റ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ 75 സീറ്റുള്ള വിമാനം നമുക്കിടാം. നമുക്കതിനുള്ള ലാഭം കിട്ടും. ഗവൺമെൻറ് ടാക്സ് കൊടുത്താൽ നാടിന് നന്നാകും. പുതിയ സർക്കാർ വരുമ്പം ചെയ്യുമെന്ന് തുടങ്ങി വെച്ച പോലെ തന്നെ ഇത് ചെയ്ത് തീർക്കുമെന്നും ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. പ്രളയകാലത്ത് എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെ നമ്മുടെ നാട് കണ്ടതാണ്. ഇന്ന് കാസർഗോഡ് ഒരു എയർ ആംബുലൻസ് വന്നിറങ്ങണമെങ്കിൽ പോലും സ്വകാര്യ ഹെലിപാഡുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. അപ്പോഴാണ് ഇങ്ങനെയൊരു എയർസ്ട്രിപ്പിന്റെ പ്രസക്തി വ്യക്തമാകുന്നത്. പെരിയക്കൊപ്പം വയനാട്, ശബരിമല തുടങ്ങിയിടങ്ങളിൽ കൂടി എയർസ്ട്രിപ്പ് വരികയാണെങ്കിൽ ആഭ്യന്തര ടൂറിസത്തിന് ഏറെ ഗുണകരവുമാകും. നമ്മളെ വയനാട്, ശബരിമല, അപ്പോൾ ഇത് 3 ആകുമ്പോൾ കേരളത്തിലെ എത്രയും ഫാസ്റ്റായിട്ട് 45 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ കണ്ണൂരും പിന്നെ മംഗലാപുരവും, അതായത് എയർ ഡിസ്റ്റൻസ് ഉള്ളി 15 മിനിറ്റ് കൊണ്ട് പോകാം. അത്രയ്ക്കുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇതെല്ലാം കണക്ടിവിറ്റി ചെയ്യാം. NRIക്കാർക്ക് പറ്റാം. അന്താരാഷ്ട്ര പ്രശസ്തമായ ടൂറിസം കേന്ദ്രമാണ് ബേക്കൽ. ഒപ്പം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരവും കോട്ടഞ്ചേരി മലനിരകളുമെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ്. ബേക്കൽ ടൂറിസം മേഖലയുടെ വികസനത്തിന് നിർണായകമാകുന്നതാണ് എയർസ്ട്രിപ്പ് പദ്ധതി. നിലവിൽ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും ഇങ്ങോട്ടെത്താൻ തീവണ്ടിയിൽ മണിക്കൂറുകൾ എടുക്കും. ചെറുവിമാനത്താവളം വന്നാൽ ആ സമയദൈർഘ്യമാണ് കുറയുക. കൂടാതെ കാസർഗോഡിൻ്റെ മധ്യഭാഗത്തുള്ള സ്ഥലമായതിനാലും മികച്ച റോഡ് സൗകര്യമുള്ളതും എയർസ്ട്രിപ്പിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. വാണിജ്യ മേഖലയ്ക്കും ഇത് ഗുണകരമാകുമെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഉത്തരമലബാറിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റായിട്ട് മാറാൻ വേണ്ടി പോകുന്ന ഒരു സംവിധാനമാണ് ഈ എയർ സ്ട്രിപ്പ്. ഇത് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ നാടിനകത്തുണ്ടാവും. അതുകൂടാതെ ജില്ലയിലും മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കേന്ദ്രീകരിക്കാൻ ഇവിടെ വന്നിറങ്ങാനുമുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം നിലവിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 100 സീറ്റിൽ താഴെയുള്ള ചെറുവിമാനങ്ങളാണ് എയർസ്ട്രിപ്പുകളിലെത്തുക. കുറഞ്ഞ ചെലവിൽ യാത്രയും സാധ്യമാകും. ബംഗളൂരു പോലുള്ള IT നഗരങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും രാജ്യത്തിനകത്തെ മറ്റിടങ്ങളിലേക്കുള്ള സർവീസുകളും ആരംഭിക്കാനായാൽ വരുമാനമുണ്ടാകുമെന്ന് ഉറപ്പുള്ള പദ്ധതിയാണിത്. 2019 ഉഡാൻ പദ്ധതിയിൽ എയർസ്ട്രിപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പെരിയയിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് സ്ഥലം അളന്നു തിരിച്ച കല്ലുകളും ബോർഡുകളുമൊന്നും കാണാനേയില്ല. പുതിയൊരു സർക്കാർ വരുമ്പോഴെങ്കിലും എയർസ്ട്രിപ്പ് പദ്ധതിയുടെ ഫയൽ പൊടി തട്ടിയെടുക്കുമോ എന്നാണ് കാസർഗോഡുകാർ ഒരേ ശബ്ദത്തിൽ ചോദിക്കുന്നത്. റെയിൽ, റോഡ്, ജലഗതാഗത സംവിധാനങ്ങൾക്കൊപ്പം ഒരു ചെറുവിമാനത്താവളവും. കാസർഗോഡ് പെരിയയിലെ ഈ സ്ഥലത്ത് മിനി എയർസ്ട്രിപ്പ് യാഥാർത്ഥ്യമായാൽ അത് വിനോദസഞ്ചാരത്തിനൊപ്പം വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് കൂടി ഏറെ ഗുണകരമാകുന്ന പദ്ധതിയായി മാറും. ബഡ്ജറ്റ് പരാമർശങ്ങൾക്കപ്പുറത്ത്
പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുക്കേണ്ടത് ഭരണ സംവിധാനങ്ങളാണ്. പെരിയയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.